2026 ഫെബ്രുവരി ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തില് പുതിയൊരു കൊടുങ്കാറ്റ് വീശുകയാണ്. ഇന്ത്യയുടെ 5129 കോടി രൂപയുടെ സവാൽകോട്ട് ജലവൈദ്യുത പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ റംബാൻ, ഉധംപൂർ ജില്ലകളിലായിട്ട് ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന 1856 മെഗാവാട്ട് ശേഷിയുള്ള ഈ പദ്ധതി വെറും ഒരു അണക്കെട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ ഊർജ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് തന്നെയാണ്. എന്നാൽ പാകിസ്ഥാൻ ഇതിനെ വിളിക്കുന്നത് വാട്ടർ ടെററിസം എന്നാണ്. സിന്ധു നദീജല കരാർ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം ചെനാബ് നദിയിലെ വെള്ളത്തില് തങ്ങൾക്കുള്ള അവകാശം ഇന്ത്യ ലംഘിക്കുന്നുവെന്നും അണക്കെട്ടിന്റെ ഉയരവും സംഭരണ ശേഷിയും തങ്ങളുടെ കൃഷിയെയും കുടിവെള്ള ലഭ്യതയെയും ബാധിക്കുമെന്നും അവർ വാദിക്കുന്നു. യുദ്ധ സാഹചര്യത്തില് ഇന്ത്യ വെള്ളം നിയന്ത്രിക്കാൻ ഈ അണക്കെട്ട് ഉപയോഗിക്കുമെന്ന ഭീതിയാണ് അവരെ വാട്ടർ ടെററിസം എന്ന പ്രയോഗത്തിലേക്ക് നയിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലും ഈ പദ്ധതി ചർച്ചയാകുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് വിദഗ്ധർ പോലും ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് പരിസ്ഥിതി ആഘാതമാണ്. ഹിമാലയൻ മേഖലയിലെ അതീവ പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് ഇത്രയും വലിയ നിർമ്മാണം നടത്തുന്നതിലെ അപകടം അവർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. രണ്ടാമത്തേത് കുടിയൊഴിപ്പിക്കലാണ്. പദ്ധതിക്കായിട്ട് 20ഓളം ഗ്രാമങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നത് പ്രാദേശിക ജനതയുടെ അവകാശങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക അവ പങ്കുവയ്ക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ജമ്മു കാശ്മീരിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതിനോടൊപ്പം കരാർ പ്രകാരം തങ്ങൾക്ക് അവകാശപ്പെട്ട ജലം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക എന്ന നയതന്ത്ര നീക്കം കൂടിയാണിത്. പാകിസ്ഥാൻ ഉയർത്തുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പരോക്ഷമായിട്ടുള്ള ഒരു മറുപടിയായും ഈ ജലനയം വിലയിരുത്തപ്പെടുന്നു. 2026 ഫെബ്രുവരിയിലെ ഈ നീക്കം വെറും ഒരു നിർമ്മാണ പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്ര നിലപാടിലെ വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ മരവിപ്പിച്ചത് ആഗോള തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. സാധാരണഗതിയിൽ യുദ്ധസമയത്ത് പോലും ലംഘിക്കപ്പെടാത്ത ഈ കരാറിൽ നിന്ന് ഇന്ത്യ താൽക്കാലികമായി വിട്ടുനിന്നത് പാകിസ്ഥാനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആ നയതന്ത്ര സമ്മർദ്ദത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സവാൽകോട്ട് പദ്ധതിക്കായി NHPC നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ടെൻഡറുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ പദ്ധതി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർ ബോംബ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് വെള്ളത്തിന്റെ നിയന്ത്രണം. 1856 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ജലസംഭരണി നിർമ്മിക്കുന്നതോടെ ചെനാബ് നദിയിലെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള അധികാരം ഇന്ത്യയുടെ കൈകളിലെത്തും. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി പൂർണ്ണമായിട്ടും ഈ നദിയെയാണ് ആശ്രയിക്കുന്നത്. അതിനാൽ വെള്ളത്തിന്റെ നിയന്ത്രണം അവർക്ക് ആശങ്ക ഉളവാക്കുന്നു. മറ്റൊന്ന് തന്ത്രപരമായിട്ടുള്ള ഒരു മുൻതൂക്കമാണ്. കരാർ മരവിപ്പിച്ച സാഹചര്യത്തിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഓരോ അണക്കെട്ടും പാകിസ്ഥാന്റെ മേലുള്ള നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ തുടർന്നിട്ടുണ്ടെങ്കിൽ ജലം ഒരു ആയുധമായി, വാട്ടർ ആസ് എ വെപ്പൺ, ഇന്ത്യ ഉപയോഗിക്കുമെന്ന ഭയം അവർക്കുണ്ട്. അടുത്തത് സാമ്പത്തിക ആഘാതമാണ്. 5129 കോടി രൂപയുടെ ഈ പദ്ധതി ജമ്മു കാശ്മീരിന്റെ സാമ്പത്തിക ഭൂപടം മാറ്റിവരയ്ക്കും. എന്നാൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയിൽ ഇത് ദശകോടികളുടെ നഷ്ടമുണ്ടാക്കുമെന്ന് അവർ വാദിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഇതിനെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഉയർത്തുന്ന വാദം മറ്റൊന്നാണ്. തങ്ങളുടെ അതിർത്തിക്കുള്ളിലെ വിഭവങ്ങൾ വികസിപ്പിക്കാനും ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാനുമുള്ള പരമാധികാരം ഇന്ത്യക്കുണ്ടെന്നും ഭീകരവാദം തടയാത്ത ഒരു അയൽ രാജ്യത്തോട് കരാറുകൾ പാലിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുമാണ് ഇന്ത്യയുടെ കടുപ്പിച്ച നിലപാട്. സവാൽകോട്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ ചെനാബ് നദിയിലെ ജലപ്രവാഹത്തില് ഇന്ത്യക്ക് ലഭിക്കുന്ന മേൽക്കൈ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ ശക്തി സന്തുലനം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പവർ പാടെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. 2025 ഡിസംബറിലെ UN ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ഈ വിഷയത്തെ വെറും ഒരു അതിർത്തി തർക്കത്തിനപ്പുറം ആഗോളതലത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഏകപക്ഷീയമായിട്ട് സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറുന്നത് അന്താരാഷ്ട്ര ജല നിയമങ്ങളുടെ, ഇന്റർനാഷണൽ വാട്ടർ ലോസ് ലംഘനമാണെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലെ ദശലക്ഷക്കണക്കിന് കർഷകരുടെ ഉപജീവനത്തെയും കുടിവെള്ള ലഭ്യതയും സവാൽകോട്ട് പദ്ധതി നേരിട്ട് ബാധിക്കുന്നുവെന്നാണ് UN വിദഗ്ധരുടെ നിഗമനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ നീക്കം കൂടുതൽ സങ്കീർണമാകുന്നു. ഒന്നാമത്തേത് ഇക്കോളജിക്കൽ ത്രെട്ട് റിപ്പോർട്ട് 2025. ഈ റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേഷ്യയിലെ ജലക്ഷാമം അടുത്ത ദശകങ്ങളിൽ രൂക്ഷമാകും. ഹിമാലയൻ മഞ്ഞുപാളികൾ ഉരുകുന്നതും മഴയുടെ ലഭ്യത കുറയുന്നതും
ചെനാബ് പോലുള്ള രാജ്യങ്ങളിലെ ജലപ്രവാഹത്തെ ബാധിക്കും. ഈ സാഹചര്യത്തില് ഇന്ത്യ ജലം ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നത് വാട്ടർ വെപ്പണൈസേഷൻ മേഖലയിലെ വലിയൊരു മാനുഷിക ദുരന്തത്തിന് വഴിവെച്ചേക്കാം. മറ്റൊന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്. ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലെ ഈ റിപ്പോർട്ട് പാകിസ്ഥാന് ആഗോള വേദികളിൽ ഇന്ത്യക്കെതിരെ വാദിക്കാൻ വലിയൊരു ആയുധമായി മാറിയിരിക്കുകയാണ്. ജലം ഒരു മൗലിക അവകാശമാണെന്നും രാഷ്ട്രീയ തർക്കങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളുടെ ജലലഭ്യത തടസ്സപ്പെടുത്തരുതെന്നുമാണ് UN വിദഗ്ധരുടെ കർശനമായിട്ടുള്ള നിലപാട്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണെന്നും സുരക്ഷാ ഭീഷണി ഉള്ളപ്പോൾ കരാറുകൾ ഏകപക്ഷീയമായിട്ട് പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരല്ലെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. സവാൽകോട്ട് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ പ്രകൃതി വിഭവങ്ങൾ സ്വന്തം ജനതയുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കാനുള്ള ഇന്ത്യയുടെ പരമാധികാരമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമങ്ങളും സൈനിക വിദഗ്ധരും ഈ സാഹചര്യത്തെ 5th ജനറേഷൻ വാർഫെയർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള യുദ്ധമുറകൾക്ക് പകരം സാമ്പത്തികവും സാമൂഹികവും നയതന്ത്രപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെ ഒരു രാജ്യത്തെ തകർക്കുന്ന തന്ത്രമാണിതെന്ന് അവർ ആരോപിക്കുന്നു. ജലം നദിയിലെ ജലപ്രവാഹത്തില് അസ്വാഭാവികമായിട്ടുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും ഇന്ത്യ ബോധപൂർവം വെള്ളം തടഞ്ഞു നിർത്തുന്നത് വഴി പാകിസ്ഥാനിലെ കൃഷിയെയും വൈദ്യുത ഉൽപാദനത്തെയും തകർക്കുകയാണെന്നും ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വേദികളിൽ പരാതിപ്പെടുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള സാങ്കേതിക വിശദീകരണങ്ങളാണ് നൽകി വരുന്നത്. സവാൽകോട്ട് ഒരു വൺ ഓഫ് ദ റിവർ പദ്ധതിയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. അതായത് നദിയിലെ വെള്ളം വലിയ അളവിൽ ശേഖരിച്ചു വെച്ച് വഴിതിരിച്ചു വിടുകയല്ല, മറിച്ച് ഒഴുകുന്ന വെള്ളത്തിന്റെ വേഗത ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം ഈ വെള്ളം തിരികെ നദിയിലേക്ക് തന്നെ ഒഴുകിയെത്തുന്നു. സിന്ധു നദീജല കരാറിലെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നതെന്നും പാകിസ്ഥാന്റെ ആശങ്കകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇന്ത്യ വാദിക്കുന്നു. നദിയിലെ ജലപ്രവാഹത്തില് കുറവുണ്ടാകുന്നത് ഹിമാലയത്തിലെ മഞ്ഞുരുകുന്നതിലെ വ്യതിയാനം മൂലമാണെന്നും അല്ലാതെ അണക്കെട്ട് നിർമ്മാണം കൊണ്ടല്ലെന്നും ഇന്ത്യൻ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാങ്കേതിക വാദങ്ങൾക്കിടയിലും പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ കർശനമായിട്ടുള്ള നിലപാട് പാകിസ്ഥാനെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കരാർ മരവിപ്പിച്ച സാഹചര്യത്തില് സാങ്കേതികമായിട്ടുള്ള വൺ ഓഫ് ദ റിവർ എന്നതിലുപരി സവാൽകോട്ട് പദ്ധതി ഇന്ത്യയുടെ കയ്യിലെ ഒരു വാട്ടർ ഗേറ്റ് ആയി മാറുമോ എന്നതാണ് അയൽ രാജ്യം ഉറ്റുനോക്കുന്നത്. നയതന്ത്രപരമായി ഇന്ത്യ നേടിയ ഈ മേൽക്കൈ ദക്ഷിണേഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥയെ പുനർനിർവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നയതന്ത്ര കരാറുകളെയും കുറിച്ചുള്ള അക്കാദമിക് പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ 1960കളിലെ സിന്ധു നദീജല കരാർ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായിട്ടുള്ള ജലപങ്കാളിത്ത കരാറുകളിൽ ഒന്നായിട്ടാണ് കരുതപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന 3 വലിയ യുദ്ധങ്ങളെയും കാർഗിൽ സംഘർഷത്തെയും അതിജീവിച്ച ഈ ഉടമ്പടിക്ക് മേലാണ് ഇപ്പോൾ സവാൽകോട്ട് പദ്ധതിയിലൂടെ വലിയൊരു ചോദ്യചിഹ്നം വീണിരിക്കുന്നത്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന ഇന്ത്യയുടെ കർശനമായിട്ടുള്ള നിലപാട് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന വലിയ ഒരു മാറ്റത്തിന്റെ സൂചനയാണ്. സവാൽകോട്ട് പദ്ധതി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നൽകുന്ന സംഭാവനകള് സമാനതകളില്ലാത്തതാണ്. 1856 മെഗാവാട്ട് ശേഷിയുള്ള ഈ പദ്ധതി ജമ്മു കാശ്മീരിലെ വ്യവസായങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വൈദ്യുതി കുറഞ്ഞ ചെലവില് ലഭ്യമാക്കും. പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന 5129 കോടി രൂപയുടെ നിക്ഷേപം പ്രാദേശികമായ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ കാഴ്ചപ്പാടിൽ സവാൽകോട്ട് പദ്ധതി സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ നിസ്സാരമല്ല. ഒരു കരാർ അബയൻസ് അഥവാ മരവിപ്പിച്ച് നിർത്തുക എന്നത് നയതന്ത്ര തലത്തിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നീക്കമാണ്. വികസ്വര രാജ്യങ്ങൾക്കിടയിലുള്ള ജലതർക്കങ്ങൾ പരിഹരിക്കാൻ ലോകബാങ്ക് മുൻകൈ എടുത്തുണ്ടാക്കിയ ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നത് ഭാവിയിൽ സമാനമായിട്ടുള്ള മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടികളെയും ബാധിച്ചേക്കാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു വൈദ്യുതി പ്രതിസന്ധിയല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദമാണ്. ഇന്ത്യയുടെ ഈ ജലനയതന്ത്രം അന്താരാഷ്ട്ര വേദികളിൽ എങ്ങനെ ന്യായീകരിക്കപ്പെടുമെന്നത് വരും മാസങ്ങളിൽ നിർണായകമാകും. മനുഷ്യാവകാശങ്ങളും പരിസ്ഥിതി ആഘാതങ്ങളും ഒരു വശത്തും ദേശീയ സുരക്ഷയും വികസനവും മറുവശത്തും നിൽക്കുന്ന ഈ പോരാട്ടത്തിൽ സവാൽകോട്ട് ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നീക്കം ശരിയാണോ, അതോ ഇത് ദക്ഷിണേഷ്യയിൽ വലിയൊരു സംഘർഷത്തിന് കാരണമാകുമോ എന്നത് ഇന്ന് ആഗോള നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഉടമ്പടികളെയും കുറിച്ച് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ അക്കാദമിക് പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ സവാൽകോട്ട് പദ്ധതി കേവലം ഒരു ആഭ്യന്തര പദ്ധതിയല്ല, അത് ദക്ഷിണേഷ്യയിലെ വാട്ടർ ഡിപ്ലോമസിയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നാണ്. ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട തർക്കങ്ങൾ ഇവയാണ്: ഇന്ത്യയുടെ പരമാധികാരം,
സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം തർക്കമില്ലാത്തത് തന്നെയാണ്. ഭീകരവാദം തടയാത്ത ഒരു അയൽ രാജ്യത്തോട് കരാറുകൾ മാത്രം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നയമാറ്റം ഇതിലൂടെ ഇന്ത്യ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളാണ് അടുത്തത്. 1960കളിലെ സിന്ധു നദീജല കരാറ് ലംഘിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തില് ഇന്ത്യയുടെ വിശ്വസ്തതയെ സംബന്ധിച്ച ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. UN വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യാവകാശ വാദങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അടുത്തത് മേഖലാ സുരക്ഷയാണ്. ജലം ഒരു രാഷ്ട്രീയ ആയുധമാക്കപ്പെടുന്നത് ദക്ഷിണ ഏഷ്യയിൽ പുതിയൊരു ശീതയുദ്ധത്തിന് തുടക്കമിടുമോ എന്ന ആശങ്ക ശക്തമാണ്. സവാൽകോട്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ കാശ്മീരിലെ ഊർജ്ജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. എന്നാൽ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഈ മാസ്റ്റർ സ്ട്രോക്ക് ഒരു മാതൃകയാകുമോ അതോ പുതിയ ഒരു നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമാകുമോ എന്ന് കാലം തെളിയിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ഗൗരവകരമായിട്ടുള്ള ആഗോള വിഷയങ്ങൾക്കായിട്ട് ഗ്ലോബൽ ടോക്സ് വിത്ത് അബി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. It's me, Abhinav Jose, signing off. Thank you so much for watching.